ബിജുകുമാർ, ഇപ്പോൾ രണ്ടാമതും മുങ്ങിപ്പോയ ആ മുങ്ങൽ വിദഗ്ധൻ ഇപ്പോൾ വീണ്ടും ഈ നദിക്ക് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും ഈ തുരുത്തിലേക്ക് അദ്ദേഹം കയറിയിട്ടില്ല. ആ ബോട്ടിന് അദ്ദേഹത്തോട് ഒപ്പം മാറി നിന്നിരുന്ന ആ ബോട്ടിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ കാഴ്ചയിൽ കാണാൻ സാധിക്കുന്നത് ഈ നങ്കൂരം അതിൽ ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കയറുൾപ്പെടെയുള്ളവ ഈ നദിക്കടിയിലേക്ക് കൊണ്ടുപോയിരുന്നു ബിജുകുമാർ. ആ ക്രെയിനിനടുത്തേക്ക്, അതായത് ക്രെയിൻ നിൽക്കുന്ന ആ സ്ഥലത്തിനടുത്തേക്ക് അതിന് സമാന്തരമായി ഈ ബോട്ട് നീങ്ങുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായും ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പൂർണ്ണമായും അത് അങ്ങനെയാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം വിദൂര ദൃശ്യമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധനായ പരിചയസമ്പന്നനായ ആ വ്യക്തി അദ്ദേഹം ഈ വെള്ളത്തിൽ നിന്ന് ഇപ്പോൾ പൂർണ്ണമായും കയറിയിട്ടില്ല. ഒപ്പം ആ ബോട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച്, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് മൂവ് ചെയ്യുന്ന കാഴ്ച, പല ഭാഗങ്ങളിലേക്കും മാറുന്ന കാഴ്ച, കയറ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടേക്ക് വെള്ളത്തിലേക്ക് ഇടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി ഈ വെള്ളത്തിനടിയിലേക്ക് പോകാനുള്ള, ഈ ആഴങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല വിജയകുമാർ. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും, ഷിരൂരിൽ നിന്നും അനുഭവപ്പെടുന്നത് പ്രതികൂലമായ കാലാവസ്ഥയാണ്. മഴ ഇരച്ചു വരുന്ന ഒരു കാഴ്ച, ഇരുട്ട് മൂടുന്ന ഒരു കാഴ്ച, അതായത് വെളിച്ചക്കുറവ് അനുഭവപ്പെടുന്ന ഒരു സംഭവം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു നങ്കൂരം ആ ബോട്ടിൽ ഘടിപ്പിച്ചിട്ട് അത് വെള്ളത്തിലേക്ക് ഇറക്കിയത് ബോട്ട് മൂവ് ചെയ്യുന്നതാണ്. ആ ബോട്ട് മൂവ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ച് കരയിലേക്കാണെന്ന്, പക്ഷെ കരയിലേക്കല്ല, ആ ഭാഗത്ത് തന്നെ ആ ബോട്ട് കറങ്ങുകയാണ്. അപ്പോൾ ആ നങ്കൂരം വെള്ളത്തിലേക്ക് ഒരിക്കൽ കൂടി ഇറക്കുകയാണ്. ആ നാവികൻ ഇപ്പോഴും അദ്ദേഹം സർവ്വസജ്ജനായി ആ മൺകൂമ്പാരത്തിന് സമീപം നിൽക്കുകയാണ്. അതായത് കോണ്ടാക്ട് പോയിന്റ് 4 നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം അവിടെ ചെയ്യാൻ പോവുക എന്ന് നമുക്കറിയില്ല. ബോട്ട് വീണ്ടും മൂവ് ചെയ്യുന്നുണ്ട്. ബോട്ട് തീരത്തേക്ക് പോയി ക്രെയിനിൽ അടുത്തേക്ക് വല്ലതും പോകുമോ എന്നറിയില്ല. വളരെ വലിയ ഒരു ഉരുക്ക് വടം അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ആ ഏരിയയിലെ മുഴുവൻ സറൗണ്ട് ചെയ്ത് തന്നെയാണ് വരുന്നത്, ചുറ്റിക്കറങ്ങി വരുന്നുണ്ട്. അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെ, ഈ ദൗത്യസംഘത്തിൻ്റെ നീക്കങ്ങളെ പറ്റി നമുക്ക് ഈ കരയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല. കാരണം വളരെ ശാസ്ത്രീയമായി വെൽ പ്ലാൻഡായി ഇറങ്ങിയ ഒരു സംഘമാണ്. അവിടെ നിന്ന് നാവികസേനാംഗങ്ങളൊക്കെ അതിൽ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്, സ്കൂബ ഡൈവേഴ്സിന് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ നാവികൻ, ആ മുങ്ങൽ വിദഗ്ധൻ, അദ്ദേഹം നിന്ന സ്പോട്ടിൽ തന്നെ നിൽക്കുകയാണ്. നമുക്കറിയാം, നോക്കും ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അറിയാം, അവിടെ മണ്ണ് വന്ന് നിറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ സുരക്ഷിതരായി നിൽക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴിതാ അവിടെ ആ ബോട്ട് അതിനെ ആ ഭാഗത്തെ ചുറ്റി നീങ്ങുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആ ബോട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. എന്താണ് അവരുടെ നീക്കമെന്നറിയില്ല. ഒരു നങ്കൂരം ആണ് ആ ബോട്ടിൽ അദ്ദേഹം എത്തിച്ചത്. അത് അവിടെ വെള്ളത്തിലേക്ക് വീണ്ടും ഇറക്കിയിട്ടുണ്ട്. എന്തൊക്കെയോ ചില പരിശോധനകൾ എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. വളരെ വളരെ വിശദമായ ഒരു ജലോപരിതലത്തിലെ സർവേ പൂർത്തിയാക്കിയ ശേഷം ആഴത്തിലേക്ക് ഇറങ്ങി അവിടെ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ അത് ഏറെക്കുറെ വിജയിച്ചു എന്നതിൻ്റെ സൂചനയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. നാവികൻ, ആ മുങ്ങൽ വിദഗ്ധൻ ഇപ്പോഴും ആ പുഴയുടെ ജലോപരിതലത്തിലേക്ക് വന്ന ശേഷം അദ്ദേഹം ആ മൺകൂമ്പാരത്തിന് സമീപം നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ആ ബോട്ട് ഇപ്പോൾ ജലോപരിതലത്തിൽ ചലിക്കുന്നത്. അതിപ്രധാനമാണ് ഈ നിമിഷങ്ങൾ. നമുക്കറിയാം, ഈ രക്ഷാദൗത്യത്തിൻ്റെ 12ാം ദിവസം വളരെ സുപ്രധാനമായ നീക്കങ്ങളിലേക്ക് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും, ജലത്തിലെ കുത്തൊഴുക്കിനെയും മഴയെയും കാറ്റിനെയും കാലാവസ്ഥയും ഒക്കെ അവഗണിച്ച് ആ ദൗത്യസംഘം കടക്കുകയാണ്. അങ്ങേയറ്റം റിസ്കിയാണ് ഈ ഓപ്പറേഷൻ എന്ന കാര്യം ഞാൻ പറയാതെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഗംഗാവാലി പുഴ കുത്തി ഒഴുകുകയാണ്. ആ ഒഴുക്കിനെ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം 2 തവണ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയത്. ആ യാത്ര 2 തവണയും വിജയകരമായിരുന്നു. വീണ്ടും ആ ദൗത്യ സംഘാംഗങ്ങൾ, ആ കരയിലുണ്ടായിരുന്നവർ എന്ന് വെച്ചാൽ ആ മൺകൂമ്പാരത്തിലുണ്ടായിരുന്നവരൊക്കെ കൂടുതൽ അടുത്ത് വരുന്നുണ്ട്. അവർ എന്തോ ഒരു വലിയ നീക്കത്തിന് തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണുള്ളത്. എല്ലാവരും സജ്ജരാകുന്നുണ്ട്. എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. താഴേക്ക് എറിഞ്ഞ നങ്കൂരം അതിൻ്റെ നിയന്ത്രണം ബോട്ടിൽ തന്നെയാണ്. ആ നാവികൻ അവിടെ തന്നെ തുടരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആ മൺകൂമ്പാരത്തിലും ബോട്ടിലും ഉള്ളവർ പ്രവർത്തിക്കുന്നുണ്ട്. വീണ്ടും അദ്ദേഹം ഡൈവ് ചെയ്യുമോ എന്നറിയില്ല. ഒരിക്കൽ കൂടി ഡൈവിന് അദ്ദേഹം തയ്യാറെടുക്കുകയാണോ എന്നറിയില്ല. 2 തവണയും അദ്ദേഹം ഡൈവ് ചെയ്ത് വിജയിച്ച് വന്നിരിക്കുകയാണ്. അതിനിടയിൽ ചിലർ പറയുന്നുണ്ട് ആ ട്രക്ക് അദ്ദേഹം ലോക്ക് ചെയ്തിട്ടാണ് വന്നത് എന്ന്. അറിയില്ല നമുക്ക്. ആ ട്രക്ക് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊരു സൂചന നേരത്തെ വന്നു. അതൊഴിവാക്കാൻ അദ്ദേഹം ലോക്ക് ചെയ്തിട്ട് വന്നതാണ് എന്ന് പറയുന്നു. അറിയില്ല. നമുക്ക് കൃത്യമായ വിവരങ്ങൾ തീരത്തേക്ക് വന്നാൽ മാത്രമേ നമുക്ക്
എന്തെങ്കിലും കൺഫേം ചെയ്ത് സ്ഥിരീകരിച്ച് പങ്കുവെക്കാൻ കഴിയും. പക്ഷേ ഈ ദൃശ്യങ്ങളെല്ലാം വ്യക്തമാണ്. വലിയ കുത്തിയൊഴുകുന്ന പുഴയുടെ ഏറെക്കുറെ മധ്യഭാഗത്ത് നടക്കുന്ന ഈ ഓപ്പറേഷൻ്റെ ഈ 2 തവണ നടത്തിയ ഡൈവിലും വിജയിക്കാൻ ആ നാവികന്, പരിചയസമ്പന്നനായ ആ നാവികന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് പൂർണ്ണമായും ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതിൽ തർക്കം വേണ്ട. ആ ബോട്ട്, ആ മത്സ്യത്തൊഴിലാളികളുടെ ഒക്കെ ഉപയോഗിക്കുന്ന, മുങ്ങൽ വിദഗ്ധർ ഉപയോഗിക്കുന്ന ആ ബോട്ട്, അത് വളരെ ഒരു പ്രത്യേക സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ നാവികൻ്റെ, ആ മുങ്ങൽ വിദഗ്ധൻ്റെ നിർദ്ദേശപ്രകാരം അവർ എന്തൊക്കെയോ ജോലികൾ ചെയ്യുന്നുണ്ട്. മൺകൂമ്പാരത്തിനടുത്ത് നിൽക്കുന്ന ആ ബോട്ടിലേക്ക് നാവികസേനാംഗങ്ങളിൽ 2 പേർ ഇപ്പോൾ കടന്നിട്ടുണ്ട്. അവരുടെ നീക്കങ്ങൾ, അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് അടുത്ത നിമിഷങ്ങളിലെ വ്യക്തമാകും. പുഴയിലൂടെ കമ്പും ഒക്കെ ഒഴുകി വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പുഴയുടെ ഒഴുക്കിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങേയറ്റം ദുഷ്കരമായ ഈ ദൗത്യത്തിന് ആ സംഘം തയ്യാറെടുക്കുന്നത്. ഷഫീദ്, ഈ കരയിൽ എന്തൊക്കെയാണ് നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നത്? നമുക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥരുമായോ അല്ലെങ്കിൽ ഈ ദൗത്യ സംഘത്തിൽപ്പെട്ട ആരെങ്കിലുമായോ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും ഒടുവിൽ ഈ കാർവാർ ജില്ലാ ഭരണകൂടം നമ്മളെ അറിയിക്കുന്നതനുസരിച്ച് ഈശ്വർ മൽപെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് പുലർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ടീമംഗങ്ങളോട് ഡൈവ് ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വിജയകുമാരിൽ ഒന്ന്, ആ തുരുത്തിൽ, അതായത് P4 എന്ന ഡ്രോൺ പ്രിസിഷനായി കണ്ടെത്തിയ സ്ഥലത്ത്, ആ സ്ഥലത്ത് ഉദ്യോഗസ്ഥരുണ്ട്, ഈശ്വർ മാൽപ്പെ അടക്കമുള്ള ആളുകളുണ്ട്, റെസ്ക്യൂ ടീമിലെ മറ്റ് സംഘങ്ങളുണ്ട്. തൊട്ടടുത്ത ഡൈവറെ നമുക്ക് കാണാം. ആ ഡൈവർ ഇപ്പോഴും ഈ പുഴയുടെ അടിത്തട്ടിലെ ഒഴുക്കിനെ കുറിച്ച്, അതിനും അപ്പുറത്തേക്ക് താഴേക്ക് പോകുമ്പോഴുള്ള ചെളി, മണ്ണ്, അതേപോലെ തന്നെ കല്ല്, ഈ ട്രക്ക് അതിൽ പുതഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഡ്രോൺ പരിശോധനയിലെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങൾ അത് വിശദമാക്കുകയാണ്. ഡൈവ് ചെയ്ത് താഴേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ആ ഡൈവർ കരയിലേക്ക് അറിയിച്ചിട്ടുണ്ട്. അതായത് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളെ, ഈ അപകട സ്ഥലത്ത് കരയിൽ നിൽക്കുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളെ ഇതിനോടകം തന്നെ ആ ഡൈവിംഗ് സംഘം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രമം ഉപേക്ഷിച്ചു എന്നവർ പറയുന്നില്ല. അവർ ആ ശ്രമത്തെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നു. അതിനും അപ്പുറത്തേക്ക് ആ ട്രക്കിന്റെ അടുത്തേക്ക് എത്താനുള്ള എല്ലാ പോസിബിലിറ്റിയും അവർ തേടുകയാണ്. കുറച്ചു മുൻപ് ആ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിൽ നമ്മൾ കണ്ടത് ആങ്കറിംഗ് ആണ്. ബോട്ടിന്റെ പൊസിഷൻ അത് കീപ്പ് ചെയ്ത് അത് മാറാതിരിക്കാൻ ഒരു പ്രത്യേക പൊസിഷൻ മാത്രം കീപ്പ് ചെയ്യുക. അവിടെ നിന്നാൽ മാത്രമായിരിക്കും ഈ ഡൈവർ സുരക്ഷിതനായി ഇരിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതും ലഭിക്കുന്ന വിവരം. ഏതായാലും കേരളത്തിൽ നിന്നുള്ള MLA മാർ ഇതിനോടൊപ്പം തന്നെ അവിടെ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ ഈ വിവരങ്ങൾ, ഇതിന്റെ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ തേടുന്നുണ്ട്. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് താഴേക്ക് പോകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ചലഞ്ചസ്, അത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വീണ്ടും ഒരു പക്ഷേ ഒരു ഡൈവിനുള്ള ശ്രമമാണ്. അദ്ദേഹം താഴേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ഏതാണ്ട് അങ്ങനെ തന്നെ കരുതാം വിജയകുമാർ. വീണ്ടും 3ാം തവണയും ആ ഡൈവർ താഴേക്ക് പോയിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. പക്ഷേ ശക്തമായ ഒഴുക്കുണ്ട്, അത് നദീപരപ്പിലുള്ള ഒഴുക്കുണ്ട്, അതിനുമപ്പുറത്തേക്ക് ഈ അടിത്തട്ടിലും കാര്യമായ ഒഴുക്ക്. പക്ഷേ 3ാം തവണയും ആ ചലഞ്ചുകളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട്, ആ ചലഞ്ചസിനെ മുഴുവൻ മറികടന്നുകൊണ്ട് 3ാം തവണയും ഈശ്വർ മൽപ്പയുടെ സംഘത്തിലെ ഏറ്റവും വിദഗ്ധനായ ഡൈവർ, ആ ഡൈവറുടെ പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഏതാണ്ട് 6.8 നോട്ട് അടിയൊഴുക്കുള്ള പുഴയിലേക്ക്, ഗംഗാവാലി നദിയിലേക്ക് പോവുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് താഴേക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം ആ ഭാഗത്ത് മുഴുവൻ മൺകൂനയാണ്. വിജയകുമാർ, നമ്മളിപ്പോൾ ഈ മുകളിൽ കാണുന്ന മൺകൂന, ആ മൺകൂനയ്ക്ക് സമാനമായി തന്നെ താഴെയും മൺകൂനകളുണ്ട്, ചെളി അടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം താഴേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് വിജയകുമാർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അദ്ദേഹം വീണ്ടും കരയിലേക്ക്, ആ തുരുത്തിലേക്ക് വരികയാണ്, വീണ്ടും ഇൻഫർമേഷൻ കൈമാറും. പക്ഷേ ആ ദൗത്യം ഒരു തരത്തിലും അവസാനിപ്പിക്കാൻ, അതൊന്നും നിർത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആ സംഘത്തിന് കൈയടി കൂടുതൽ. ഉടുപ്പിയിൽ നിന്നുള്ള സംഘമാണവർ, 8 പേരുണ്ട്. ആ സംഘത്തിൽ അവർക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള, അതായത് കാർവാർ SP-യുടെയും കാർവാർ DCP-യുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ആ സംഘം, ഈശ്വർ മാൽപ്പയും സംഘവും എത്തിയത്.